9ാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 189 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ഈസ് 3 π സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആൻഡ് ദ റേഡിയസ്? എന്താണ് ക്വസ്റ്റ്യൻ? ഈ ഒരു സർക്കിൾ, ഈ ഒരു വൃത്തത്തിലെ ലെങ്ത് ഓഫ് ആർക്ക്, അതായത് ഇവിടെ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം എത്ര തന്നിട്ടുണ്ട്? 3 π സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു ആർക്ക് ലെങ്ത്, ഈ ഒരു ആർക്ക്, ഇതിന്റെ ഈ ഒരു ചാപം, ഇതിന്റെ നീളം 3 π സെന്റിമീറ്റർ ആണ്. അതുപോലെ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ എത്രയാണ്? 40 ഡിഗ്രിയെ തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കാണാൻ പറഞ്ഞു? വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിന്റെ, ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണ്? അതുപോലെ അതിന്റെ റേഡിയസ് എത്രയാണ് അല്ലെങ്കിൽ ആരം എത്രയാണ്? അപ്പൊ ആദ്യം നമുക്കറിയാം ആർക്ക് ലെങ്ത്തിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതി വെക്കാം. ചാപത്തിന്റെ നീളം ഈക്വൽ ടു 2 π r × x/360. ഇവിടെ നമുക്കറിയാം സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ട ഇക്വേഷൻ 2 π r ആണ്. അത് സർക്കംഫറൻസ് ഈക്വൽ ടു 2 π r എഴുതി വെച്ചു. നമുക്ക് തന്ന കാര്യങ്ങൾ ആർക്ക് ലെങ്ത് നമുക്ക് 3 π തന്നിട്ടുണ്ട്, അതുപോലെ എക്സ് കേന്ദ്രകോൺ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. 2 π r അതുപോലെ എഴുതി, എക്സ് നമുക്ക് ഇതാ 40 തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 360. ഇത് എന്താണ്? ആർക്ക് ലെങ്ത് പറഞ്ഞാൽ 3 π നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈക്വൽ ടു 3 π ആണ്. ആർക്ക് ലെങ്ത് 3 π ആണ്. അപ്പോൾ ഈക്വൽ ടു 3 π ചെയ്തു. എന്നിട്ട് 2 π r, ഇത് രണ്ടും 0 കട്ട് ചെയ്തു, 4ഉം 36ഉം കട്ട് ചെയ്യുമ്പോൾ 1/9 കിട്ടും. അപ്പോൾ 2 π r × 1/9 ഈക്വൽ ടു 3 π നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? ഫസ്റ്റ് നമ്മളോട് കാണാൻ പറയുന്നത് സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവാണ്. അത് എന്താണ്? 2 π r ആണ്. 2 π r ഡയറക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 π r ഈക്വൽ ടു വരുമ്പോൾ ഈ 1/9 നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കണം അല്ലേ? ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, ഈക്വൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ 1/9 ഇവിടെ എന്താ ചെയ്തത്? ഡിവിഷൻ ആണ് ചെയ്തത് അല്ലേ? അപ്പോൾ ഈക്വലിന്റെ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇപ്പോൾ ഇതൊരു പാലമാണ്, ഈ ഈക്വലിന്റെ ഒരു പാലമായിട്ട് കണക്ക് കൂട്ടുക, ഒരു ബ്രിഡ്ജാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ ബ്രിഡ്ജ് കിടക്കുമ്പോൾ ഈ ഡിവിഷൻ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. അപ്പോൾ 3 π × 9 ആയി. അപ്പോൾ 3 π × 9, 3 × 9 27 π കിട്ടി. ഇതെന്താ നമുക്ക് കിട്ടിയത്? സർക്കംഫറൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്ക് റേഡിയസ് ആണ് കാണേണ്ടത്. അപ്പോൾ 2 π r = 27 π കിട്ടി. ഇതിൽ നിന്നും നമുക്ക് 2 π × r ആണ് 27. ഈ ആറിന് മാത്രം നമ്മൾ ഇവിടെ നിർത്തി 2 π ഇങ്ങോട്ട് തട്ടി. 2 π ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ, ഗുണനാണ് ചെയ്തത്. ഗുണനം ഈക്വൽ ഇങ്ങോട്ട് വരുമ്പോൾ, ഈക്വൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഹരണമായിട്ട് മാറും, ഡിവിഷൻ ആയിട്ട് മാറി. അപ്പോൾ 27 π ഇവിടെ ഉണ്ട്. ഈ 2 π ഇങ്ങോട്ട് വന്നപ്പോൾ 2 π ഡിവിഷനായി. പൈയും ക്യാൻസൽ. 27/2 എന്ന് പറഞ്ഞാൽ 13.5 സെന്റിമീറ്റർ ആണ് നമ്മുടെ എന്തുള്ളത്? റേഡിയസ് അല്ലെങ്കിൽ ആരം 13.5 സെന്റിമീറ്റർ കിട്ടി. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണു. വിശദമായിട്ടുള്ള നമ്മുടെ ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ പോയി കാണാം മനസ്സിലാവാത്തവർ കേട്ടോ.